Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So this is part 7 of top 500 keyword series. So without much delay, let's move into our topic. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഐഡിയലിസം അതുപോലെ തന്നെ നാച്ചുറലിസം. മിസ്സൗട്ട് ചെയ്തവർ മസ്റ്റായിട്ട് കാണാൻ ട്രൈ ചെയ്യുക. കാരണം ഞാൻ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് അതിൽ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. So moving to our today's first topic, അത് pragmatism ആണ്. Pragmatism always focus on children and society and the activities therein. നമ്മളുടെ കുട്ടികൾ അതുപോലെ തന്നെ സൊസൈറ്റി ഈ രണ്ട് സ്ഥലത്ത് അല്ലെങ്കിൽ ഈ രണ്ട് സെക്ഷനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനാണ് പ്രാഗ്മാറ്റിസം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലേണിംഗ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ആക്ടിവിറ്റി എന്നാണ് പ്രാഗ്മാറ്റിസത്തിൽ പറയുന്ന ഒരു പോയിൻറ്റ്. ലേണിംഗ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ആക്ടിവിറ്റി. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടന്നു, അതിന് റിസൾട്ടായിട്ടാണ് അവിടെ ഒരു ലേണിംഗ് സംഭവിക്കുന്നത് എന്നാണ് പ്രാഗ്മാറ്റിസത്തിൽ പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പോയിൻറ്റ് ഈസ് പ്രാക്ടീസ്. ഈ പ്രാഗ്മാറ്റിസം PRA പ്രാഗ്മാറ്റിസം പ്രാക്ടീസ്. സോ കീവേഡ്സ് ഉണ്ട്, അപ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പ്രാഗ്മാറ്റിസം പ്രാക്ടീസ്, ആ ഒരു റൈമിങ് ഉണ്ടോ അത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതിൽ പ്രാക്ടീസ് എന്നുള്ളതാണ് കീവേഡ് എങ്കിൽ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, റാഷണലിസം എന്ന് പറഞ്ഞ് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പ്രാക്ടീസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഓക്കെ ദാറ്റ് ബേസ്ഡ് ഓൺ പ്രാഗ്മാറ്റിസം എന്നുള്ളത്. അതിനെല്ലാം നമുക്ക് എന്താണ് വേണ്ടത്? ഈ കീവേഡ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ കീവേഡ്സ് പഠിച്ചു വെച്ചാൽ മാത്രമാണ് ഞാനിപ്പോൾ ഈ മെൻഷൻ ചെയ്ത പോയിൻറ്റ്സ് ഇല്ലേ, ആ പോയിൻറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു ആൻസർ ലുക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഐഡിയലിസ്റ്റ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഓപ്ഷൻസ് ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്: പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹീഗൽ ആൻഡ് ഹെർബർട്ട്. ഇതിൽ ആരാണ് ഐഡിയലിസ്റ്റ് അല്ലാത്ത വ്യക്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ഹെർബർട്ട്. ഹെർബർട്ട് ഒരു നാച്ചുറലിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിങ്കറാണ്, അല്ലാതെ ഐഡിയലിസത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിങ്കറല്ല. ഐഡിയലിസത്തിൽ വരുന്നത് ആരൊക്കെയാണ്? സോക്രേറ്റ്സ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹീഗൽ, പെസ്റ്റലൂസി, ഹെർബർട്ട് ആൻഡ് ഫ്രോബൽ. ഓക്കെ, ഈ ഒരു ഐഡിയലിസത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഹെർബർട്ട് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഹെർബർട്ടാണ്. ഞാൻ ഇവിടെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചത് ഹെർബർട്ട് സ്പെൻസറിനെയാണ്. ഓക്കെ, ഇനി അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തു പറയുന്നത്. ഓക്കെ, സോ പ്രാഗ്മാറ്റിസത്തിൽ നമ്മൾ പറഞ്ഞു ചിൽഡ്രൻ അതുപോലെ തന്നെ സൊസൈറ്റീനെയാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടന്നതിൻ്റെ ആ ഒരു റീസണായിട്ടായിരിക്കുള്ളൂ ലേണിംഗ് ഒക്കർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡെവലപ്സ് റിഫ്ലക്റ്റീവ് തിങ്കിങ്. ഈ ഒരു പ്രാഗ്മാറ്റിസം ഡെവലപ്പ് ചെയ്യുന്നത് റിഫ്ലക്റ്റീവ് തിങ്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് പ്രാഗ്മാറ്റിസം ഈസ് എ പ്രൊജക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. പിന്നെയും P വെച്ചുള്ള ഒരു കീവേഡ് നമുക്ക് പ്രാഗ്മാറ്റിസത്തിൽ കിട്ടി. ഫസ്റ്റ് P വെച്ചിട്ടുള്ള ഒരു കീ പോയിൻ്റ് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? പ്രാക്ടീസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻ്റ് എന്താണ്? പ്രൊജക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇനി നെക്സ്റ്റ് വൺ, ഇറ്റ് ഫോക്കസ് ഓൺ ലേണിംഗ് ബൈ ഡൂയിങ്. അതിന് ബെസ്റ്റായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മളെല്ലാവരും ഇപ്പോൾ ലൈസൻസ് എടുത്തവരായിരിക്കും. സോ ഈ ഒരു ലൈസൻസ് എടുത്തു വെക്കുന്ന ടൈമിൽ നമ്മൾ എടുക്കാൻ പഠിക്കും. അതുപോലെ തന്നെ റോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യും, റോട്ടിൽ വണ്ടി ഓടിച്ച് ട്രൈ ചെയ്യും അല്ലേ. സോ എപ്പോഴും ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് നമ്മൾ സ്ഥിരമായി ചെയ്താൽ മാത്രമാണ് നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മളോട് ടീച്ചേഴ്സ് പറയും ചെയ്താലേ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ നമ്മൾ എത്രത്തോളം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എക്സ്പേർട്ടാവും. അത് മാത്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്നല്ല, എല്ലാ
പ്രോഗ്രാമിനാണെങ്കിലും അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം എക്സ്പേർട്ടാവും നിങ്ങൾ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് എത്രത്തോളം എൻ്റെ സ്റ്റുഡൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഓൾമോസ്റ്റ് ഒരു 99% വീഡിയോസിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. നിങ്ങൾ ഇനിയുള്ള ദിവസമെങ്കിലും എല്ലാ ദിവസവും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്യണം. അതിലാകെ ഒരു 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഇതുപോലെ ഇരുന്ന് പറയുന്നുണ്ട്. സോ ടേക്ക് മൈ വേർഡ് ആൻഡ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്. ഓക്കെ, സോ പ്രാഗ്മാറ്റിസം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇറ്റ് ഫോക്കസ് ഓൺ ദ ചിൽഡ്രൻ ആൻഡ് ദ സൊസൈറ്റി ആൻഡ് ദ ആക്ടിവിറ്റീസ് therein. The learning occurs as a result of activity. It develops on reflective thinking and it focuses on practice. പിന്നത്തെ ഒരു കീ പോയിൻ്റ് നമ്മൾ പറഞ്ഞത് പ്രൊജക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ഈ ഒരു പ്രാഗ്മാറ്റിസം ലേണിംഗ് ബൈ ഡൂയിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇവിടെ ഹ്യൂമൻസ് ആക്റ്റീവാണ് ആൻഡ് ഹാവ് ദ എബിലിറ്റി ടു സോൾവ് ദ പ്രോബ്ലം. ഏതൊരു പ്രോബ്ലം വന്നാലും അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രാഗ്മാറ്റിസത്തിൻ്റെ മറ്റൊരു പോയിൻ്റ്. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അതിൻ്റെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സിസ്റ്റൻഷ്യലിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിൻ്റ് ഇതാണ്. ആസ്ക് ക്വസ്റ്റ്യൻസ് അൺടിൽ ആൻ ആക്സെപ്റ്റബിൾ കൺവേർഷൻ റീച്ചസ്. ഇപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ നമ്മളോട് എപ്പോഴും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെയായേ, ഇതെന്താ ഇങ്ങനെയായേ, അങ്ങനെ അവർക്കുള്ള കുറേ അധികം ഡൗട്ടുകൾ അവർക്കുണ്ടാവും. എന്നിട്ട് അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറായി എന്ന് തോന്നിയാൽ മാത്രമാണ് അവർ ആ ഒരു ക്വസ്റ്റ്യനിങ് നിർത്തുള്ളൂ. അതല്ലെങ്കിൽ അവർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും, ഇതെന്താ അങ്ങനെയായേ, ഇതെന്താ ഇങ്ങനെയായേ എന്നെല്ലാം അവർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ടോപ്പിക്ക് എക്സിസ്റ്റൻഷ്യൽ. സോ ഈ ഒരു ടോപ്പിക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കുഞ്ഞു ബേബി, ആ ഒരു ബേബിക്ക് കുറേ അധികം ഡൗട്ട്സ് ഉണ്ടാവും. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവന് കുറേ അധികം ഡൗട്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് മൈൻഡിൽ വയ്ക്കുക. അപ്പോൾ ഇനിയുള്ള കമ്മിങ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ഈസി ആയിരിക്കാം. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റ് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷനാണ്. ഒരു കുട്ടിയുടെ ഒരു ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷനെയാണ് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഫോക്കസ് ഓൺ ഇൻഡക്റ്റീവ് തിങ്കിങ്. ഇൻഡക്റ്റീവ് തിങ്കിങ്ങിനാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻഡക്റ്റീവ് തിങ്കിങ് ഇൻ ദ സെൻസ് IPG, പെർട്ടിക്കുലർ ടു ജനറൽ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കും. അതാണ് ഇൻഡക്റ്റീവ് തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റ്, ഹോം സ്കൂളിംഗ് പ്രിഫേർഡ്. നോട്ട് ബിലീവ് ഇൻ ഇൻഡോക്ട്രിനേഷൻ, ബ്രെയിൻ വാഷിംഗ്, മൈൻഡ് വാഷിംഗ് പോലെയുള്ള പോയിൻറ്റ്സ് ഈ ഒരു പോയിൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിൻ്റ്, ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്, ഫ്രീഡം ആൻഡ് ചോയ്സ് ആൻഡ് ദ റിയാലിറ്റി സബ്ജക്റ്റീവ് ആണ് ഇവിടെ. So I hope this topic is all clear to you. So with this note, we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it for now. Thank you.